എൻ്റെ പൊന്നി ഏഞ്ചൽ, നീ എന്താ എന്നെക്കുറിച്ച് പറയുന്നത്? നീ എൻ്റെ ഹൃദയമല്ലേ? എനിക്ക് വേറെ ആളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നോ? നീ എൻ്റെ ചക്കരയല്ലേ, പൊന്നല്ലേ? ഓ, നീ എൻ്റെ പഞ്ചാരയല്ലേ മോളെ? എൻ്റെ പൊന്നി ഏഞ്ചൽ, 2 ദിവസം കൊണ്ട് ഞാനൊക്കെ ശരിയാക്കി തരാം. എന്നൊന്ന് ക്ഷമിക്കാൻ എന്നോട്, അത്രയല്ലേ ഉള്ളൂ. എന്താണ് ഇതൊക്കെ? എൻ്റെ പൊന്നു ബാബേട്ട, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളാണ് ഭാഗ്യവാനാട്ടോ. നിങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കിയില്ല. നിങ്ങൾ കുറേ പെണ്ണുങ്ങളായിട്ടൊക്കെ വലിയ പഞ്ചാര. ഈ വയസ്സുകാലത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയോ? അതുമില്ല. ഞാൻ ഇമ്മാതിരി വിവരദോഷി. ഓ, എന്നാലും എനിക്കെന്തെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ വലിയ സന്തോഷമായിരുന്നു ബാബേട്ടാ. പറ്റിയ പണിയാ എന്റെ ശങ്കരേട്ടാ. നിങ്ങൾക്ക് പറഞ്ഞ പറ്റിയ പണിയൊന്നല്ല. നിങ്ങൾ ഭൂലോക അറക്കീസനാ. ഇതിനൊക്കെ കുറച്ച് പൈസ ചെലവാകും. എടോ, ഞാൻ എത്ര വേണമെങ്കിലും ചെലവാക്കണ ബാബുവ. എൻ്റെ ബാബുട്ടാ, ജീവിതം വിചാരിച്ചാലല്ലേ ഒന്ന് നടക്കുള്ളൂ. നീ എന്നെ ഒന്ന് പൊന്നു മോനെ ഒന്ന് സഹായിക്ക്. എൻ്റെ ഒരു പൂതിയല്ലേ ശങ്കരേട്ടാ. ഇപ്പം കുറെ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകളുമായി ബന്ധം ദൃഢപ്പെടുത്താനും രാത്രി സംസാരിക്കാനും. നിങ്ങൾക്കും കിട്ടും. ഓ, ഒപ്പം കുപ്പം ഓപ്പ് ആപ്പ്. എന്നാലും എന്നെ സഹായിക്കും മോനെ. ബാബുട്ടാ, എന്നെന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടാ. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആണോ? എന്നാ പെട്ടെന്ന് നോക്ക് മോനെ. എത്ര വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. ഞാൻ ഇപ്പം ബാങ്കിൽ നിന്ന് എടുത്ത ഇപ്പം തന്നെ വേണം വരാം. എനിക്ക് അതിനൊരു പ്രശ്നമില്ല. അത് വേണേ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരണം. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. പിന്നെ നല്ലതും ഒക്കെ കഴിക്കൂലേ? എത്രയും പെട്ടെന്ന് തെടുക്കമായിട്ടാണ് ബാബുട്ടാ. ഈ ഒന്ന് കാണിച്ചോണ്ടാ. എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ ഞാൻ എത്ര പൈസ വേണം ചെലവാക്കാം. അതിനു മുന്നേ ആപ്പിന്റെ പരസ്യം കാണിച്ചു തരാം. അതിനു മുന്നേ ആപ്പിന്റെ പരസ്യം കാണിച്ചു തരാം. നോക്കട്ടെ. ഹലോ മൈ ഫ്രണ്ട്സ്, ഞാൻ കോമരം പാറു. ഞാൻ കുപ്പം ആപ്പിൽ നിന്നാണ്. നിങ്ങൾക്ക് സ്ത്രീകളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങൾക്ക് വീഡിയോ കോളായിട്ടും ഓഡിയോ കോളായിട്ടും നമ്മളെ വിളിക്കാം. എല്ലാം രഹസ്യമായിരിക്കും. അതുകൊണ്ട് ഉടനെ വിളിക്കുക. കുപ്പം ആപ്പ്. ഹലോ. ഹലോ, ആരാ? എൻ്റെ പേര് നീതു. നീതു? ഓ, ഇന്നെങ്കിലും ഒരു കുട്ടി വിളിച്ചല്ലോ. ആരാ സംസാരിക്കുന്നേ? നീതു, എന്നെ മനസ്സിലായോ? എനിക്കാണെങ്കിൽ സംസാരിക്കാനൊരു വിറയലൊക്കെ വരും. എന്താണെന്നറിയില്ല, ആദ്യമായിട്ടാണ്. അയ്യോ, പക്ഷേ നീതു കേൾക്കാനൊരു സുഖമുണ്ട്. കാണാൻ പറ്റിയില്ലെങ്കിലും വിളിക്കുമ്പോൾ എന്തൊരു സുഖമെന്നറിയും. എന്നാലും വിളിക്കാൻ പറ്റില്ല. ഞാനൊരു 10-50 വയസ്സായി. അത് പേടിക്കണ്ട, അതൊന്നും വയസ്സാണ്. എനിക്കാണ് കല്യാണം കഴിക്കാൻ ഇതുവരെ സാധിച്ചില്ല. എൻ്റെ കഷ്ടപ്പാടും അല്ലാണ്ട് ഒരു പെണ്ണിനെ പോലും കിട്ടിയിട്ടില്ലാന്ന്. അയ്യോ, അതിന് ഞാനുണ്ടല്ലോ. ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? നമുക്കിങ്ങനെ ഫോണിലൂടെ ഓരോന്നും പറഞ്ഞിരിക്കാം. എന്നാലും നീതുമോള് വിളിച്ചല്ലോ. ഓ, ഒന്ന് കാണാൻ കൊതിയാവുക. എത്ര സുന്ദരമായ സംസാരം. അതിരിക്കട്ടെ, ചേട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയോ? അതെന്താണെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യാനാ? ഇതുവരെയാണ് ഒരു പെണ്ണ് ഇന്നെ നോക്കില്ല. 25 വയസ്സ് തുടങ്ങിയതാ കല്യാണം തേടി പോക്കർമാരെ. പിന്നാലെ ഒന്നും നടന്നില്ല. ഇന്നെ പിടിക്കാഞ്ഞിട്ടാണെന്ന് അറിയില്ല, എൻ്റെ മോന്താനും ശരിയാവാഞ്ഞിട്ടൊന്നും അതും അറിയില്ല. എന്നാലും നീതുമോൾ എന്നോട് സംസാരിച്ചല്ലോ. മതി. ഇപ്പം എനിക്ക് 50 വയസ്സ് തോന്നുന്നേ ഇല്ല എൻ്റെ നീതുകുട്ടി. പറയണ്ടാവല്ലേ ചക്കരെ. ഞാനൊരു ഉമ്മ തരട്ടെ ചക്കരക്ക്? ഉമ്മ. ഞാൻ രാത്രി വീഡിയോ കോളിൽ വരാം കേട്ടോ. ഞാൻ കാത്തിരിക്കും. ഓക്കെ. ഓ, ആയിക്കോട്ടെ. ഓക്കെ. ഓ, എന്നാലും ഓ, എൻ്റെ സുന്ദരി, ഇതിൻ്റെ വീഡിയോ കോള് കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അയ്യോ, ഇത്രയും സുന്ദരിയായിട്ടുള്ള നീ. എത്ര സുന്ദരി. എന്താ ശങ്കര ഇങ്ങനെ ഹാപ്പി ആയി ചിരിക്കുന്നേ? കല്യാണം വല്ലതും ശരിയായോ? ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു ആപ്പിൽ കൂടെ തന്നെയാണ്. എന്ത് ചെയ്യാനാ? ഇപ്പം എനിക്ക് സംസാരിക്കാൻ സമയമില്ലാന്ന്. ഈ ആപ്പ് കാണല്, ആപ്പും കൂപ്പൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. അതെ. ഓ, ആപ്പിൽ കൂടിയാ കല്യാണം റെഡിയായേ? അത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഏകദേശം ശരിയായി വരുന്നുണ്ട്. കല്യാണമൊക്കെ ശരിയായാലും ശങ്കര ചിക്കൻ ബിരിയാണി മേടിച്ചു തരണോ? ചിക്കൻ ബിരിയാണി LIC കൂടണം. 2 LIC കൂടണം. ഭാര്യന്റെ പേരിലും നിന്റെ പേരിലും. എന്നാ വീഡിയോ കോളൊക്കെ കണ്ടിരിക്കും. ഞാൻ പോയിട്ട് വരാം.
എൻ്റെ 25 ലക്ഷം പോയി. എന്ത് ചെയ്യാനാ, ആരോട് പറയാൻ? ആ ബാബു കാരണം എൻ്റെ ഒരു കഷ്ടപ്പാട് വന്നത്. എന്ത് ചെയ്യാം, എല്ലാം പോയല്ലോ. ഒരാപ്പ് മനോഹരനോടൊന്ന് പറയാം. എസ് ഐ അയാളെ കണ്ടാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്യാനാ, അതേ ലക്ഷ്യമുള്ളൂ. സാർ, ആ എന്താ വായായിട്ട് ശങ്കര, എന്തുണ്ട്? എന്താ കരയുന്നത്? ഞാനിപ്പോൾ വലിയൊരു കുടുക്കലാണ് ഇരിക്കുന്നത്. ഒരു സ്ത്രീൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കാം സാറേ. എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് ഞാൻ എന്താ പറയുക. ഇപ്പോഴുണ്ടല്ലോ ഫോണിൽ ആപ്പും കൂപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരാൾ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അറിയാതെ അതങ്ങോട്ട് പങ്കെടുത്ത് അതിൽ എന്തൊക്കെയോ കാണിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് ഒരു സ്ത്രീയായിട്ട് അടുപ്പായിപ്പോയി. പറയാൻ പറ്റൂലല്ലോ. കല്യാണം കഴിച്ച് ഈ വയസ്സുകാലത്ത് ഒരു കല്യാണം പോലും കഴിച്ചില്ല. ഒരു സ്ത്രീനെ കിട്ടുമ്പോഴൊക്കെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിലായിപ്പോയി. എന്ത് ചെയ്യാൻ? പീഡിപ്പിച്ചോ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്തില്ല സാർ. പക്ഷെ അവിടെ എന്നെ പീഡിപ്പിച്ച കോലത്തിലാണ് കാണുന്നത്. ഒരു 25 ലക്ഷം രൂപ ഞാൻ അവൾക്ക് കടം കൊടുത്ത സാറേ. ഞാൻ അത് ചോദിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോഴാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൗണ്ടാ. പണ്ടത്തെ ലോകിന്നില്ല സാറേ. എനിക്ക് 25 ലക്ഷം എവിടെ നിന്ന് കിട്ടി? അത് എൻ്റെ വീട് സ്ഥലം വിറ്റ പൈസയാണ് സാറേ. ഈ ഓളായിട്ട് ഒരു പ്രാവശ്യം എവിടെയും പോയിക്കുന്നോ? ഒന്നുമില്ല സാറേ. ഞാൻ ഫോൺ ഉറപ്പാണോ? ഉറപ്പാണ് സാറേ. ഞാൻ ഫോണിൽ കൂടെ അറിയാതെ അവളുമായിട്ട് സമ്പർക്കം ഇങ്ങനെ പുലർത്തിപ്പോ ഇപ്പൊ പൈസ വയ്ക്കുമ്പോ അവളുടെ സ്വഭാവം മാറിയത്. എടാ ശങ്കര, എന്തിനാണ് ഈ ആപ്പിലും കൂപ്പിലൊക്കെ പോയി ചാടുന്നത്? എന്ത് ചെയ്യാന്? ഇപ്പോഴാണെങ്കിൽ അവള് പൈസ തരുന്നില്ല സാർ. സാർ, ഞാൻ പൈസ ചോദിച്ചപ്പോൾ അവളുടെ സ്വഭാവം മാറി. എന്നെ പീഡന കേസിൽ കൊടുക്കുന്ന അവൾ പറയുന്നത്. ഇന്നത്തെ കാലത്തല്ലേ ആണുങ്ങളെ കാര്യം പോക്ക. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കില്ല സാറേ. സാർ എന്നെ രക്ഷിക്കണം. ശങ്കര, എന്താ അബദ്ധം കാണിച്ചേ? ഈ ഒപ്പം കുപ്പം മണ്ണാങ്കട്ടാന്ന് പറഞ്ഞ പല ആപ്പും ഞാൻ കേൾക്കലുണ്ട്. അതിലൊക്കെ പോയി ചാടണോ? എന്ത് ചെയ്യാനാ? ഗവൺമെന്റ് അതിന് കുറെ അനുമതി കൊടുത്തിട്ടുണ്ട്, പല ആപ്പിനും കൂപ്പിനും. എന്തായാലും നീ സ്റ്റേഷനിലേക്ക് വാ കേട്ടോ. സ്റ്റേഷനിലേക്ക് ഒരു 11 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് വാ കേട്ടോ. ഇപ്പൊ പോയിക്കോ. ഓക്കെ.